അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് ദിവസങ്ങളിലായി വാർത്താമാധ്യമങ്ങളിലൂടെ വൈറലായ ഒരു ന്യൂസ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഫാസിസ്റ്റ് അനുകൂല മാധ്യമങ്ങൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ന്യൂസ്. കാസർഗോഡ് ജില്ലയിലെ ഏതൊരു പള്ളിയിലെ ഒരു ഇമാമ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചർച്ചകളൊക്കെ ഉള്ളത്. ക്രൂരമായ പ്രയാസങ്ങൾ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സഹോദരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഗതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പരാതി എന്താണ്, അതുപോലെ തന്നെ ആ പെൺകുട്ടി അനുഭവിച്ചതെല്ലാം സത്യമാണോ, അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. പക്ഷേ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം വലിയ പ്രയാസങ്ങളാണ് ആ സഹോദരിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ സഹോദരി ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ 1-2 കൊല്ലമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ അവർ പറയുന്നത് പ്രകാരം ഗുരുതരമായ ആരോപണങ്ങളാണ് അവരുടെ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിയുന്നത്. ഗർഭിണിയായിരിക്കെ ഭർത്താവ് തൻ്റെ വയറ്റിൽ ചവിട്ടി എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം വേദന സത്യമാണെങ്കിൽ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഗർഭകാലം എന്നൊക്കെ പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന, പരിശുദ്ധ ഖുർആൻ തന്നെ വഹനൻ അലാ വഹനിൻ, ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്ന നിലക്ക് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിശദീകരിച്ച് തന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറെ വേണ്ടത് ഭർത്താവിൻ്റെ സപ്പോർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ബാപ്പയുണ്ട് ഉമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഗർഭകാലത്ത് പെണ്ണിന് ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിക്കുന്നതും അവൾക്ക് ലഭിക്കേണ്ടതും അവരുടെ പ്രിയപ്പെട്ടവൻ്റെ സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ക്രൂരമായ വേദനിപ്പിക്കലുകൾ ആ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസം തന്നെയാണത്. അതുമാത്രമല്ല, എനിക്കേറെ സങ്കടമായി തോന്നിയത്, നമ്മൾ ചിലപ്പോൾ ശാരീരികമായ വേദനകളൊക്കെ സ്ത്രീകൾ പലപ്പോഴും മറക്കും, ഇല്ലേ? പക്ഷേ ചില വാക്കുകൾ കൊണ്ടുള്ള കുത്തി നോവിപ്പിക്കലുകൾ. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ആ സഹോദരി ഉദ്ധരിക്കുന്നുണ്ട്: ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നായയെ പോലെ പട്ടിയെ പോലെ നിന്നോളണം, മിണ്ടരുത് എന്നാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് ഇവനൊക്കെ ഒരു അധികാരം കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഈ പ്രയോഗങ്ങളൊക്കെ എത്രമേൽ മോശമാണ്, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഒരു പണ്ഡിത വേഷധാരിയും കൂടെ ആയതുകൊണ്ട് ഇത് വല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിന് ഒരുപാട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതര മതസ്ഥരായ ആളുകൾ കണ്ടില്ലേ, മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ഭാര്യയെ വേദനിപ്പിക്കുന്നവരാണ്, ക്രൂരമായി വേട്ടയാടുന്നവരാണ്, ഉപദ്രവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ പർവ്വതീകരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇതര മത വിശ്വാസികളായ സഹോദരങ്ങളോടും അതുപോലെ തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരോടും എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്നതിനെക്കുറിച്ച് 2 വാക്ക് മാത്രം ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഒന്നുമില്ല, സിമ്പിളാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ മനോഹരമായി പറഞ്ഞു തരുന്നൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? വമിൻ ആയാത്തിഹി. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ദൈവ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ഒരു ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സാധാരണ സംഗതിയായിട്ടല്ല, വെറും ഒരു തമാശക്കളിയായിട്ടല്ല ഇസ്ലാമിനെ പ്രപഞ്ചനാഥനായ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണത്. എന്താ പറയുന്നതെന്നറിയോ? അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. എന്താ പറഞ്ഞത്? മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഇണയെ പടച്ചു. എന്തൊരു വാക്കാണത്! അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു. മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഇണയെ പടച്ചു. എന്തിനാണ് പടച്ചോൻ അങ്ങനെ എടുത്തു പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാവോ? അതായത് മനുഷ്യനായ നിനക്ക് ഇണയെ പടച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല പറഞ്ഞത്. മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹ് ഇണയെ പടച്ചു എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നീ വിവാഹം കഴിക്കുന്നത്, നീ ഒരു പുരുഷനാണെങ്കിൽ നീ വിവാഹം കഴിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവൾ നിന്നെപ്പോലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. നിന്നെപ്പോലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൾ മലക്കോ ജിന്നോ ഒന്നുമല്ല, നിന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ, ഇല്ലേ? നിന്നെപ്പോലെ ചിരിക്കാനും കരയാനും വേണ്ടി വന്നാൽ നിന്നെപ്പോലെ വാശി പിടിക്കാനും ഒക്കെ കഴിയുന്ന മനുഷ്യൻ്റെ എല്ലാ സ്വാഭാവികതയും ഉള്ളൊരു മനുഷ്യനാണ് നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഇണ. എത്ര കൃത്യമാണ് പടച്ചോനെന്ന് പറഞ്ഞു തരുന്നത്. എന്തിനാ അങ്ങനെ പറയണത്? ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പരിഗണിക്കലാണ്. ആ മനുഷ്യൻ എന്ന പരിഗണന 2 പേർക്ക് ഉണ്ടാകണം എന്നുള്ള ബോധത്തോടെയാണ്. അതുണ്ടാകാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു ലക്ഷ്യത്തിലൂടെ നമ്മളെ വഴി നടത്താനും കൂടെ വേണ്ടിയിട്ടാണ് അള്ളാഹു വിവാഹത്തോട് ഇത് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്.
എത്ര വലിയ കൃത്യമാണ് കാര്യങ്ങൾ. അപ്പോൾ പരസ്പരം മനുഷ്യനാണെന്നുള്ള ചിന്തയില്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ അത് പടച്ചോൻ്റെ ദൃഷ്ടാന്തം തന്നെ ആവൂലെന്നേ. ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കേണ്ടത് ഞാനൊരു സാധാരണ മനുഷ്യൻ, നീ ഒരു സാധാരണ മനുഷ്യൻ, നമുക്കിടയിൽ പല പോരായ്മകളും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരാകണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ മുമ്പിലേക്ക്, ഫറോവ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് നിന്ന് മൂസാ നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബിശ്റഹ്ലി സുദ്രി, പടച്ചോനെ എൻ്റെ ഹൃദയം നീ വിശാലാക്കണേ അല്ലാ എന്നാണ്. ശരിക്കും എന്തായിരുന്നു പറയേണ്ടത്? പടച്ചോനെ ഞാൻ പറയേണ്ടത് കേൾക്കാൻ മാത്രം ഫിർഔനിൻ്റെ ഹൃദയം നീ വിശാലാക്കണേ എന്നാണ്. പക്ഷെ മൂസാ നബി അങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ ഹൃദയം വിശാലാക്കണേ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ ഫിർഔൻ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, എന്നെ കൊല്ലാൻ പോകും, ദേഷ്യപ്പെടും. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയത്തെ എനിക്ക് തരണേ അല്ല. കണ്ടോ? അപ്പോൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കൊച്ചു കൊച്ചു വാശി പിടിക്കലുകൾ, പ്രയാസങ്ങൾ, പിണക്കങ്ങൾ, ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന, എന്നിട്ട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു മനസ്സ്, ആ മനസ്സുണ്ടെങ്കിലേ വിവാഹ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാനാണ് വലുത് എന്നുള്ള തോട്ട് രണ്ടുപേർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ താളം തെറ്റും. ഇതിലൊക്കെ എത്രമേൽ വലിയ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ മനോഹരമായി പരിഗണിച്ചിരുന്നു പുണ്യനബി അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെ, ഇല്ലേ? മുത്തുനബി തങ്ങൾ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഒരാൾ മാന്യനാണ് എന്ന് എത്ര നാട്ടുകാർ പറഞ്ഞിട്ടും കാര്യമില്ല. നീ മാന്യനാണെന്ന് നിൻ്റെ ഉമ്മ സർട്ടിഫൈ ചെയ്തിട്ടും കാര്യമില്ല, വാപ്പ പറഞ്ഞിട്ടും കാര്യമില്ല, മഹല്ല് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടും കാര്യമില്ല. നീ മാന്യനാണെന്ന് നിൻ്റെ ഭാര്യ പറയണം. നീ നാട്ടുകാർക്ക് നല്ലവനാണ്, പള്ളിയിലെ ഖത്തീബാണ്, പള്ളി കമ്മിറ്റിക്കാരനാണ്, ഹാജിയാരാണ്, എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ എത്ര മാന്യനായിട്ടും കാര്യമില്ല, വീട്ടിൽ മാന്യനാകണം. നിൻ്റെ ഭാര്യ പറയാണ്, അയാളെ കൊണ്ട് ഇടങ്ങേറായി എന്ന് പറഞ്ഞാൽ നീ മാന്യനല്ല മോനെ. നീ നാട്ടുകാരുടെ മുമ്പിൽ എത്ര വലിയവനായി ചമഞ്ഞ് നടന്നാലും നീ മാന്യനേയല്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇതേ ചോദ്യം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയോട്. അവിടുന്ന് പറഞ്ഞു, വഹുവ ഫീ മിഹ്നത്തി അഹ്ലി, സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ അന്നേ തിരക്ക് ഭാവിച്ച് നടക്കുന്ന ആളുകളോട് പറയട്ടെ, മദീനയുടെ രാജാവായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരക്കുകൾക്കിടയിൽ ഓടി വരും ഭാര്യമാരുടെ അടുക്കലേക്ക്, അവരെ ചേർത്ത് പിടിക്കും, ചുംബനം നൽകും, അവരോടൊപ്പം റൊമാൻസ് പങ്കിടും. അടുക്കളയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം പാചകം ചെയ്യും, വസ്ത്രമലക്കും, വീട് വൃത്തിയാക്കും, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മുത്തുനബി ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ്. നമ്മുടെ ഭാര്യമാർ പറയും, എൻ്റെ കെട്ടിയും വീട്ടിലേക്ക് വന്ന പടച്ചോൻ ഇടങ്ങേറാണെന്നായിരിക്കും പറയാം, അല്ലേ? എന്നാൽ ഒരു ഭർത്താവിന് കിട്ടുന്ന, ഒരു ആണിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഭർത്താവിന് കൊടുക്കുന്നത്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് ഇട്ടുതരുന്ന സംഗതിയാണ് മവദ്ദത്തൻ വറഹ്മ, അൾട്ടിമേറ്റ് അൺകണ്ടീഷനായ പ്രണയം, അതുപോലെ തന്നെ പരസ്പരമുള്ള കാരുണ്യം, അല്ലേ? ആ ഒരു മനസ്സ്. അതായത് ഇപ്പോൾ ഭാര്യ പറയാണ്, ഇക്കാക്ക കഴിഞ്ഞ മാസത്തേക്കാൾ എനിക്ക് ഭയങ്കര വേദനയുണ്ട്, മെൻസ്ട്രൽ പെയിൻ എന്ന് പറയുമ്പോൾ വല്ല പാരസെറ്റാമോൾ എടുത്ത് കഴിക്കടി എന്ന് പറയാനല്ല, അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ മുതുകൊന്ന് തടവി കൊടുത്തിട്ട് ഞാനുണ്ടടി നിനക്കെന്ന് പറയാൻ കഴിയുന്നൊരു ലെവലിലേക്ക് ആ ഭാര്യ ഭർത്തൃ ജീവിതം മനോഹരമായി എത്തണമെങ്കിൽ ഈ മനസ്സിലാക്കൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. അപ്പോഴാണ് പടച്ചോൻ നിങ്ങൾക്ക് ബറക്കത്ത് തരിക, അല്ലേ? നമ്മൾ വിവാഹ സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃത്യമായി നമ്മൾ വധുവരന്മാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്, അതൊരു പ്രാർത്ഥനയാണ്. അത് മുസ്ലിം കല്യാണങ്ങളിലൊക്കെ നിരന്തരം കാണുന്ന സംഗതിയാണ്. ബറക്കല്ലാഹു ലക്കും എന്നാണ്, നിങ്ങൾക്കല്ല ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് ആ പ്രാർത്ഥന. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല, സമാധാനം ഉണ്ടാകലാണ്. സമാധാനം, അല്ലേ? ആ സമാധാനം അള്ളാഹു തരണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം, അള്ളാഹിൻ്റെ വഴിയിൽ ജീവിക്കാൻ കഴിയണം. വേഷം കൊണ്ട് മാത്രം അള്ളാഹിൻ്റെ വഴിയിലായിട്ട് കാര്യമില്ല, ഖൽബ് അള്ളാഹിൻ്റെ വഴിയിലാകണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചു പോയവരോട് ഇസ്ലാമിലെ വിവാഹം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ വേദനയൊക്കെ സഹിച്ച് ക്രൂരപീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ജീവിതകാലം മുഴുവൻ അങ്ങനെ നരകിച്ച് കഴിയണം എന്നാണോ ഇസ്ലാം പറയണതല്ല. വിവാഹം നടത്തുമ്പോൾ തന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പറ്റുന്നില്ലേ നമുക്ക് മാന്യമായി വേർപിരിയാം. അവിടെ ഒരാൾക്ക് പറ്റാതെ ഒരാളിട്ട് ചവിട്ടി കൂട്ടി, വയറ്റിനിട്ട് ചവിട്ടി ഇടങ്ങേറാക്കി നരകിച്ച് കൊന്നു കളയുന്നൊരവസ്ഥ മായതല്ല. അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല വിവാഹ ജീവിതത്തിൽ. സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണില്ലേ? നമുക്ക് സന്തോഷത്തിനുള്ള വഴികൾ നോക്കാം, ഇല്ലേ? നമുക്ക് കൗൺസിലിങ്ങിന് ഹാജരാകാം,
നമുക്കറിവുള്ളവരുമായി ബന്ധപ്പെടാം, മസ്ലഹത്ത് ചർച്ചകളൊക്കെ ചെയ്യാം. ഇതൊന്നും പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ മാന്യമായിട്ട് പിരിയണം, അല്ലാതെ അവിടെ തല്ലും ബഹളം ഉണ്ടാക്കിയിട്ട് ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത്. ഇസ്ലാം കൃത്യമായി ഈ വിഷയത്തിൽ മാതൃക കാണിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, വേദന അനുഭവിച്ചവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, മാന്യമായ വിവാഹ ജീവിതം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.